നമസ്കാരം. പ്രധാന വാർത്തകൾ. നായാടിപ്പാറയിൽ നടത്തിയ EMS AKG ദിനാചരണ ചടങ്ങിൽ പങ്കെടുക്കാതെ കോഴിക്കോട് സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് KTDC ചെയർമാൻ PK ശശി. PK ശശിയുടെ പ്രവർത്തന ഘടകം നായാടിപ്പാറ ബ്രാഞ്ചായി നിശ്ചയിച്ചിരുന്നു. പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളെ അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്ന വ്യക്തിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ അധികൃതർ. പൊതുവിദ്യാലയത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രചരണങ്ങളെന്നും സ്കൂൾ അധികൃതർ. തുവൂർ തെക്കുപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർക്കെതിരെ കൊലവിളി നടത്തിയ ലഹരി സംഘത്തിൽപ്പെട്ട യുവാവിനെ ക്ലബ്ബ് പ്രവർത്തകർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പാണ്ടിക്കാട് സ്വദേശി പ്രജീഷിനെയാണ് പിടികൂടി കരുവാരുകുണ്ട് പോലീസിന് കൈമാറിയത്. കാഴ്ചവിരുന്നായി കീഴൂർ കാളിക്കാവ് പൂരം. പേരുകേട്ട ഗജനിരയും വാദ്യഘോഷങ്ങളും പകൽ പൂരത്തിന് പൊലിമയേകി. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ ആത്മഹത്യക്ക് പരപ്രേരണയില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഡിപ്രഷന് ചികിത്സ തേടിയിരുന്ന ഷാഹിന പലതവണ നരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. നിർമ്മാണ മേഖലയ്ക്ക് മുൻഗണന നൽകി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബജറ്റ്. 22.13 കോടി വരവും 21.40 കോടി ചെലവും 73.27 ലക്ഷം രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. KTDC ചെയർമാൻ PK ശശിയുടെ പ്രവർത്തന ഘടകം നായാടിപ്പാറ ബ്രാഞ്ചായി നിശ്ചയിച്ച ശേഷം നായാടിപ്പാറയിൽ നടത്തിയ EMS AKG ദിനാചരണ ചടങ്ങിൽ പങ്കെടുക്കാതെ PK ശശി പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് ജില്ലാ നേതൃത്വം ഉറ്റുനോക്കിയിരുന്ന പരിപാടിയായിരുന്നു ഇത്. എന്നാൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതെ കോഴിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. പ്രവർത്തന ഘടകം തീരുമാനിച്ച ശേഷം ശശിയുടെ നിലപാട് അറിയാൻ കൂടിയാണ് നായാടിപ്പാറയിൽ തന്നെ ചടങ്ങൊരുക്കിയത്. ഇന്നലെ രാവിലെ 9 മണിക്ക് നടന്ന ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗം കോമളകുമാരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇക്കഴിഞ്ഞ 18 നടന്ന മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ശശിയുടെ ഘടകം തീരുമാനിച്ചുള്ള വിവരം പുറത്തു വന്നത്. നായാടിപ്പാറ ബ്രാഞ്ച് പ്രവർത്തന മേഖലയായി തീരുമാനിച്ച വിവരം ശശിയെ അറിയിക്കാൻ മുതിർന്ന നേതാക്കളെ ഏരിയ കമ്മിറ്റി യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. വിഭാഗീയത, പാർട്ടി ഫണ്ട് തിരിമറി തുടങ്ങിയ ആരോപണങ്ങളുടെ പേരിലാണ് നടപടി നേരിട്ട ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയെങ്കിലും ബ്രാഞ്ച് ഏതെന്ന് തീരുമാനിച്ചിരുന്നില്ല. ശശി ഏറെക്കാലം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചതിനാൽ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിലെ ബ്രാഞ്ചിലേക്ക് മാറ്റണമെന്ന ജില്ലാ കമ്മിറ്റി നിർദ്ദേശമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ശശിയുടെ വീടിനോട് ഏറ്റവും അടുത്തുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിലെ നായാടിപ്പാറ തിരഞ്ഞെടുത്തത്. ദിനാചരണ ചടങ്ങിൽ മുതിർന്ന അംഗം കാവുങ്ങൽ പത്മനാഭൻ പതാക ഉയർത്തി. AK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി M മനോജ്, ബ്രാഞ്ച് സെക്രട്ടറി K മണികണ്ഠൻ, M അവറ, TG ചന്ദ്രശേഖരപിള്ള, സരോജിനി, MP സുഗീഷ് എന്നിവർ പ്രസംഗിച്ചു. പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളെ അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്ന വ്യക്തിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ അധികൃതർ. പൊതുവിദ്യാലയത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നതെന്നും സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു. പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് സമൂഹ മാധ്യമത്തിലൂടെ നടത്തുന്നത്. ഇത് വാസ്തവവിരുദ്ധമാണ്. പൊതുപ്രവർത്തകനും നാട്ടുകാരനുമാണ് എന്ന് പറഞ്ഞുള്ള വ്യക്തിയാണ് പ്രചരണം നടത്തുന്നത്. വിദ്യാർത്ഥിനികളിൽ അസന്മാർഗികതയും ലൈംഗികതയും ആരോപിച്ച് അവരെ കരുവാക്കി ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമമാണ് പ്രചരണത്തിന് പിന്നിലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഒരു വീഡിയോ മാത്രമല്ല, അതിനെ തുടർന്ന് വേറൊരു വീഡിയോ കൂടി ബോധപൂർവം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോയിലൂടെ 14 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെല്ലാം അസന്മാർഗിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാണെന്നുള്ള തരത്തിലൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ വിളിച്ചു പറഞ്ഞത് നമ്മുടെ പെൺകുട്ടികളെ വളരെയധികം വേദനിപ്പിക്കുകയും അവരുടെ രക്ഷിതാക്കളിൽ പലരും നമ്മുടെ വിദ്യാലയത്തിലേക്ക് വിളിച്ച് അവരെ വിഷമം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തും ഈ സമൂഹ മാധ്യമത്തിലൂടെ വിളിച്ചു പറയുക എന്നുള്ള ഒരു രീതി അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന രീതിയിൽ വിദ്യാലയം അതിനെ പ്രതിരോധിക്കാൻ ഏതെല്ലാം തലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലും
വനിതാ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ ചെറിയ കുട്ടികളെക്കുറിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നൊക്കെ പറയുന്നത് 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെ ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും അവരുടെ രക്ഷിതാക്കളെ ഒരു താക്കീത് എന്നുള്ള നിലയ്ക്കും ഒക്കെ തരത്തിൽ വീഡിയോയിലൂടെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ആണ് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തൃത്താല പോലീസിലും ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അഴിഞ്ഞാട്ടക്കാരാണ് എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ കൂടി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കെതിരെയുമാണ് പരസ്യപ്രചരണം നടത്തുന്നത്. ഇത് വ്യക്തിഹത്യയാണ്. മാത്രവുമല്ല, വിദ്യാലയത്തോടുള്ള വൈരാഗ്യം തീർക്കുന്നതിനായി സ്കൂളിലെ പെൺകുട്ടികളെ കരുവാക്കുകയാണെന്നും ഇതിലൂടെ ഈ പൊതുവിദ്യാലയത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും സ്കൂൾ അധികൃതർ സൂചിപ്പിച്ചു. ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് പരുതുറ സ്കൂൾ. ഈ വർഷം 961 വിദ്യാർത്ഥികളെയാണ് നമ്മൾ SSLC പൊതുപരീക്ഷയ്ക്ക് ഇരുത്തുന്നത്. അത്തരത്തിൽ ഉത്തരോത്തരം എല്ലാവരുടെയും സഹകരണത്തോടെ, രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ സഹകരണത്തോടെയും ശ്രദ്ധയോടെയും നിരന്തരം പുരോഗതി പ്രാപിക്കുന്ന ഈ സ്കൂളിനെതിരെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അതിലെ വിദ്യാർത്ഥികളെ അടക്കം, പ്രത്യേകിച്ച് പെൺകുട്ടികളെ അടക്കം കരുവാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം ഗൂഢപ്രവർത്തനങ്ങൾ തികച്ചും എതിർക്കപ്പെടേണ്ടതാണ്. ഇത് പൊതുവിദ്യാലയങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയായിട്ടാണ്, ഗൂഢ പദ്ധതിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, പരുതൂർ പ്രദേശം എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ നിരവധി വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതിന് കളങ്കം വരുന്ന ഏതൊരു പ്രവൃത്തിയും നാടിനും നാട്ടുകാർക്കും കൂടി ദോഷം തരുന്ന തരത്തിലാണ്. ഈ വ്യക്തിയുടെ വാക്കുകൾ അത്തരത്തിൽ തന്നെയാണ്. പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതെന്തോ ഒരു ഗൂഢലക്ഷ്യമാണെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ മ്ലേച്ഛവും നിന്ദ്യവും അപമാനകരവുമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ. ഇത്തരക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ പി അരവിന്ദാക്ഷൻ, മാനേജ്മെന്റ് പ്രതിനിധി VA കൃഷ്ണൻ, PTA പ്രസിഡന്റ് A അൻവർ സാദത്ത്, പഞ്ചായത്ത് അംഗം MP ഉമ്മർ, SMC ചെയർമാൻ TK നൌഷാദ്, ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക K വത്സല എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് പ്രവർത്തകർക്കെതിരെ കൊലവിളി നടത്തിയ ലഹരി സംഘത്തിൽപ്പെട്ട യുവാവിനെ അതേ ക്ലബ്ബ് പ്രവർത്തകർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പാണ്ടിക്കാട് പെരുമ്പുല്ല് സ്വദേശി എലിപ്പാറ്റ പ്രജീഷിനെയാണ് തൂർ തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർ പിടികൂടി കരുവാരകുണ്ട് പോലീസിന് കൈമാറിയത്. കൂലിപ്പണിയാ എന്റെ വീട് എവിടെ? ഇനിയിപ്പോ അവിടൊക്കെ ഒന്നുകൂടെ കൂലിപ്പണിയാ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കഞ്ചാവ് ഉപയോഗിച്ച മൂവർ സംഘത്തെ തെക്കുംപുറത്തെ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ പ്രകോപിതരായ ലഹരി മാഫിയ സംഘം ക്ലബ്ബ് പ്രവർത്തകരെ ഫോണിൽ വിളിച്ച് കൊലവിളി നടത്തി. കരുവാരകുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിൽ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരും തങ്ങളുടേതായ രീതിയിൽ അന്വേഷണം നടത്തിയാണ് കൊലവിളി മുഴക്കിയത് പ്രജീഷാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർ പെരുമ്പുല്ല് മയ്യമലയിലെ പ്രജീഷിന്റെ വീട്ടിലെത്തി പിടികൂടുകയായിരുന്നു. ക്ലബ്ബ് പ്രവർത്തകർ നേരത്തെ പിടികൂടിയ കഞ്ചാവ് ഉപയോഗ സംഘത്തിന്റെ കൂട്ടാളിയാണ് പ്രജീഷ്. തുടർന്ന് കരുവാരകുണ്ട് SI അരവിന്ദാക്ഷനും സംഘവുമെത്തി പ്രജീഷിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി.
അപ്പോൾ ഞങ്ങളവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് തന്നെ അവനെ കണ്ടു. അവനോട് അച്ഛൻ്റെ പേര് ചോദിച്ചു. അച്ഛൻ്റെ പേര് പറഞ്ഞില്ല. അവൻ്റെ വീട്ടുപേര് ചോദിച്ചു, അതും പറഞ്ഞില്ല. അവസാനം അച്ഛൻ പുറത്ത് വന്നപ്പോൾ അച്ഛൻ രാമനല്ലേ എന്ന് ചോദിച്ചപ്പം രാമേട്ടൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവനാണ് ഈ പറയുന്ന ആളെന്ന് അവന് ഒരു തൊട്ടടുത്തുള്ളൊരു കിണറിൻ്റെ ഭാഗത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഏതായാലും പിന്നെ അവനോട് ചോദിച്ച കാര്യങ്ങൾ എന്നെ സമ്മതിച്ചു. ഇയല്ലേ പിന്നെ ഇന്നലെയും ഞാൻ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ മഞ്ചേരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മഞ്ചേരിയിൽ നിന്ന് പിന്നെ എപ്പോഴാണ് വന്നു ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രിയാണ് എത്തിയതെന്ന്. അപ്പോൾ ഒരു ദിവസത്തിലധികം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും രക്ഷിതാക്കൾക്ക് മോനെക്കുറിച്ചുള്ള വലിയൊരു വേവലാതിയോ എവിടേക്കാണ് പോയതെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് പിന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ച പോകുന്നു, വെള്ളിയാഴ്ച രാത്രി ചിലപ്പോൾ ശനിയാഴ്ച രാവിലെയൊക്കെ എത്തുന്ന ഒരു പതിവാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ പിടിച്ചു കുതിരി ഓടാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങളപ്പോഴത്തേക്ക് കൈയൊക്കെ കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോഴത്തേക്ക് പോലീസ് പിടിച്ചു, നാട്ടുകാരൊക്കെ എത്തി. പിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാളുടെ ബഷീറിനെയാണ് കൂടുതലായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ എത്തിയിട്ടില്ല, എത്തണ്ട എന്ന് പറഞ്ഞാണ്. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് ഇതിൻ്റെ പിന്നാലെ തന്നെയാണല്ലോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വീട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തി അവരൊക്കെ സപ്പോർട്ട് ചെയ്തു. നാട്ടുകാരൊക്കെ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യുക. അങ്ങനെ വീടിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങൾ ഒരു സഹായത്തോടു കൂടിയിട്ട് തന്നെയാണ് നമ്മളിതിനെ പിടിച്ചിട്ടുള്ളത്. കാഴ്ചവിരുന്നായി കീഴൂർ കാളിക്കാവ് പൂരം ആഘോഷിച്ചു. പേരുകേട്ട ഗജനിരയും വാദ്യഘോഷങ്ങളും പകൽപൂരത്തിന് പൊലിമയേകി. മഴമേഘങ്ങൾ ഉയർത്തിയ ആശങ്കയിലും അനങ്ങൻമലയുടെ താഴ്വാരത്ത് കാഴ്ചവിസ്മയം തീർത്താണ് കീഴൂർ കാളിക്കാവ് പൂരം ആഘോഷിച്ചത്. വൈകിട്ട് കീഴൂർ മേലൂർ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ഗജവീരന്മാരുടെയും വാദ്യഘോഷത്തിന്റെയും അകമ്പടിയിൽ കാവിലേക്ക് എഴുന്നള്ളി. 2 ദേശങ്ങളിൽ നിന്നുമായി 20-ലധികം ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. പ്രഗത്ഭർ നയിച്ച പഞ്ചവാദ്യവും പൂരത്തിന് മേളക്കൊഴുപ്പേകി. തുടർന്ന് വേലസംഗമത്തിനു ശേഷം എഴുന്നള്ളിപ്പുകൾ കാവിറങ്ങി. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ ആത്മഹത്യക്ക് പരപ്രേരണ ഇല്ലെന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഡിപ്രഷന് ചികിത്സ തേടിയിരുന്ന ഷാഹിന പലതവണ നരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 2024 ജൂലൈ 22-നാണ് ഷാഹിനയെ മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാഹിനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഷാഹിനയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച സുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭർത്താവ് മുഹമ്മദ് സാദിഖ് പരാതി നൽകുകയും പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഷാഹിനയുടെ മരണം ഏറെ രാഷ്ട്രീയ വിവാദത്തിനും ഇടയാക്കിയിരുന്നു. യുവജന സംഘടനയിൽ സജീവമായിരുന്ന ഷാഹിന അതേ സംഘടനയിലെ ഒരാളുമായി സൗഹൃദത്തിലാവുകയും ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നതായി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഷാഹിന ഡിപ്രഷന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നതായും പലതവണ നരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു. പരപ്രേരണയില്ലാതെയാണ് ആത്മഹത്യ ചെയ്തതെന്നും മരണത്തിന് ആരുടെയെങ്കിലും പ്രേരണയുള്ളതായി കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭവന നിർമ്മാണ മേഖലയ്ക്ക് മുൻഗണന നൽകി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബജറ്റ്. 22.13 കോടി വരവും 21.40 കോടി ചെലവും 73.27 ലക്ഷം രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്താണ് അവതരിപ്പിച്ചത്. 2025-26 വർഷത്തിൽ പാർപ്പിട മേഖലയ്ക്ക് 13,63,50,000 രൂപയും വനിതാ ഘടക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 70,60,480 രൂപയും കുട്ടികൾ ഭിന്നശേഷി വിഭാഗത്തിന് 93,30,250 രൂപയും
വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് 35,30,500 രൂപയും ബജറ്റിൽ വകയിരുത്തുന്നു. ഉൽപാദന മേഖലയിൽ കാർഷിക മേഖലയിൽ നെൽകൃഷി പ്രോത്സാഹനത്തിന് 23,63,000 രൂപയും ക്ഷീരമേഖലയുടെ വികസനത്തിന് കാലിത്തീറ്റ സബ്സിഡി, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി തുടങ്ങി വിവിധ പ്രൊജക്റ്റുകളിലായി 25 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ 22,40,40,686 രൂപ വരവും 21,40,18,860 രൂപ ചെലവും 73,27,526 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് ഭരണസമിതിയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. 22.13 കോടി വരവും 21.40 കോടി ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 73.27 ലക്ഷം രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്നു. ഭവന നിർമ്മാണം, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകിയുള്ള ബജറ്റിൽ ആരോഗ്യ പരിരക്ഷ, ശുചിത്വം, കുടിവെള്ളം എന്നീ മേഖലകൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട്. പാർപ്പിട പദ്ധതികൾക്കായി 13.63 കോടി രൂപയുടെ ബജറ്റ് വകയിരുത്തി. സ്ത്രീ ശാക്തീകരണത്തിനായി 70.60 ലക്ഷം, കുട്ടികളുടെ ഭിന്നശേഷി വിഭാഗത്തിനായി 93.30 ലക്ഷം, വയോജനക്ഷേമത്തിനായി 35.30 ലക്ഷം എന്നിങ്ങനെ ബജറ്റിൽ ഉൾപ്പെടുത്തി. നെൽകൃഷി പ്രോത്സാഹനത്തിന് 23.63 ലക്ഷം രൂപയും ക്ഷീര കർഷകരുടെ സഹായത്തിനായി 25 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി. SEVP പദ്ധതി പ്രകാരം 4 വർഷം പ്രവർത്തനം നടത്തുന്ന പദ്ധതിയിൽ 2400 സംരംഭങ്ങളാണ് പെരിന്തൽമണ്ണ ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലായി നടപ്പിലാക്കുന്നത്. 60% കേന്ദ്ര ഗവൺമെന്റ് വിഹിതവും 40% സംസ്ഥാന ഗവൺമെന്റ് വിഹിതവുമാണ്. ഈ പ്രോജക്റ്റിന് 6.5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഈ വിഹിതത്തിൽ നിന്നും 2.5 കോടി രൂപ SEVP CEF വായ്പയായി മാറ്റിവെച്ചിട്ടുണ്ട്. കാർഷികേതര മേഖലയിൽ 75% പുതിയ സംരംഭങ്ങൾക്കും 25% നിലവിലുള്ള സംരംഭങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ PK ഐമു, നജ്മ തബ്ഷീറ, അസീസ് പട്ടിക്കാട് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ്. അപകടത്തിൽ യുവാവിന്റെ കഴുത്തിന് പരിക്കേറ്റു. ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായതോടെ യുവാവ് വെടിയുതിർക്കുകയായിരുന്നു. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാനാണ് വെടിയേറ്റത്. ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്തുണ്ടാക്കിയ സംഘർഷമെന്നാണ് വിവരം. അതേസമയം പ്രദേശത്ത് നേരത്തെ നടന്ന ഉത്സവത്തിൽ പ്രാദേശികമായി ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രി 10:30 സംഘർഷത്തിന് തുടക്കമായത്. കൊടശ്ശേരിക്കാരും ചെമ്പ്രശ്ശേരി ഈസ്റ്റുകാരും ചേരിതിരിഞ്ഞ് സംഘർഷം അഴിച്ചുവിടുകയായിരുന്നു. ആദ്യം കയ്യാങ്കളിയിൽ തുടങ്ങിയ സംഘർഷം പിന്നീട് കല്ലേറിൽ വരെ എത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇതിനിടയിലാണ് ലുക്മാന് വെടിയേറ്റത്. ഒരു സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. കാര്യം ഇവിടെ ഈ കുട്ടിയൊക്കെയുള്ള കളി ഉണ്ടായിരുന്നു. ഈ പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറൊക്കെ കെട്ടി ആരും അങ്ങോട്ട് കയറാത്ത രീതിയിൽ നിർത്തിക്കൊണ്ട് ഒരു കൈകൊട്ടിക്കളിയും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം ഈ കോളനിക്കാർക്കുള്ള ചെറിയൊരു പരിപാടി എന്നുള്ള നിലയ്ക്കല്ലാണ്ട് പിന്നെ ആൾ കൂടി വന്ന് ഈ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടി സ്റ്റാർട്ടായി. അപ്പോൾ ചെറിയ കച്ചവടങ്ങൾ ഞങ്ങൾക്ക് നടക്കുന്നുണ്ടായിരുന്നു. അടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ നിന്ന് അങ്ങോട്ട് പിടുത്തം വിട്ട് കവുങ്ങും പത്തലുമായിട്ടുള്ള കമ്പും കാലുമായിട്ടുള്ള ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ പൊടി പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ചെറിയ കളത്തൊക്കെ കൂട്ടുന്ന മാതിരി ഒരു ഒച്ച തന്നെ കേട്ടിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് അടി കഴിഞ്ഞ് പിന്നെ ഏറായി ആ മൂലക്കോ ഈ മൂലക്കും നിൽക്കുക എറിയുക. അതായത് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാനും പെണ്ണുങ്ങളും കുട്ടികളും കൂടെ ഉള്ളപ്പോഴത്തേക്ക് ഇവരിങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് ആ വീട്ടിലോട്ടാക്കിയത്. ആ വീട്ടിനകത്താക്കിയിട്ട് ആ വീട്ടിൻ്റെ മുകളിലേക്കും കല്ല് വന്നില്ല. കല്ല് ചെറിയ കല്ലൊന്നും ഇല്ല. ഈ കിടക്കുന്ന കല്ലുകൾ മൊത്തം ഇന്നലെ താഴ്ന്ന് കയറി പോകുന്ന കല്ലുകളാണ്. ഇവിടെ ഒരു തട്ടിൽ നിന്നൊരു കാക്കുണ്ടായിരുന്നു. അയാളെ വണ്ടി കിടക്ക കയറി വന്നിട്ട് ഇതൊക്കെയാണ് ഇവിടെ നിന്ന് സംഭവിച്ചത്. അതായത് ഒരു 1-1.5-2 മണിക്കൂർ നേരം നമ്മൾ പൂരപ്പറമ്പിൽ ആന അടഞ്ഞ മാതിരിയുള്ളൊരു സംഗതിയായിരുന്നു. പൂരപ്പറമ്പിൽ ആന അടഞ്ഞു കഴിഞ്ഞാൽ 4 വഴിക്ക് കൂടെ ജനം പാറൂലേ, അമ്മാതിരി ഒരു 2 കൂട്ട് തമ്മിലുള്ള പ്രശ്നം ഇവിടെ കൊണ്ടുവന്ന് എന്തായി കഴിഞ്ഞാലും ശരി തന്നെ നമുക്കും കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഷ്ടങ്ങൾ ചെറിയ നഷ്ടമൊന്നുമല്ല. ഇന്നലെ ഒരു 10,000 രൂപയ്ക്ക് മേളിലോട്ടുള്ള നഷ്ടം ഇന്നലെ എൻ്റെ കടയ്ക്കുണ്ട്. ഒറ്റ ഏറിനെ മുട്ടയും പൈസ കുഞ്ഞ് താഴെ പോന്നു. ഗുരുതരമായി പരിക്കേറ്റ ലുക്മാൻ
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ മേലെ പട്ടാമ്പി ഹൈസ്കൂൾ ഭാഗത്തെ പാതയുടെ വശം കോൺക്രീറ്റ് പ്രവൃത്തികൾ തുടങ്ങി. 1 കിലോമീറ്ററോളം പാതയിലാണ് വശസംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പട്ടാമ്പി പുലാമന്തോൾ പാതയുടെ നവീകരണ വേളയിൽ പാതയുടെ വശം സംരക്ഷണ പ്രവർത്തനങ്ങൾ പലയിടത്തും നടപ്പാക്കിയിരുന്നില്ല. ചിലയിടങ്ങളിൽ ഇത് അപകടങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. മേലെ പട്ടാമ്പി ഹൈസ്കൂൾ പരിസര ഭാഗങ്ങളിലും റോഡിന്റെ വശസംരക്ഷണം നടപ്പാക്കാതിരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണി ഉയർത്തിയിരുന്നു. ഇത് മുഹമ്മദ് മൂസിൻ MLAയുടെയും മറ്റ് ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മേലെ പട്ടാമ്പി മുതൽ മാർക്കറ്റ് പരിസരം വരെയുള്ള ഭാഗങ്ങളിൽ വശസംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. പ്രവൃത്തികൾ മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. മേലെ പട്ടാമ്പി മുതൽ മാർക്കറ്റ് വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും അഴുക്കുചാൽ സംവിധാനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാനാണ് ലക്ഷ്യമെന്നും ഇതിന്റെ നടപടികൾ തുടങ്ങിയതായും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്രണ്ടിൽ പട്ടാമ്പി പുലാമന്തോൾ റോഡിന്റെ സൈഡ് ഭാഗം ഇടിയുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നുള്ളത് നിരന്തരമായി ഇവിടുന്ന് സ്കൂളിൽ നിന്നും അതുപോലെ പൊതുജനങ്ങളും പറയുന്നതാണ്. അപ്പം അത് പരിഹരിക്കാനുള്ള ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ റണ്ണിംഗ് കോൺട്രാക്ട് ഇപ്പം നിലവിൽ നമ്മളെല്ലാ റോഡുകളും പുതിയ നമ്മുടെ ഗവൺമെന്റിന്റെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് ബാക്കി തുക കടന്നിരുന്ന ആ തുക എടുത്തിട്ടാണ് താൽക്കാലികമായി ഈ സൈഡ് നമ്മൾ കെട്ടുന്നത്, അത് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വേറെ ഫണ്ട് കൂടി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡ്രെയിനേജ് അടക്കം നമ്മുടെ പുതിയ മാർക്കറ്റ് അതുപോലെ തന്നെ മുനിസിപ്പൽ ടവറിന്റെ ഭാഗത്തേക്ക് ഡ്രെയിനേജ് അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ സമയമെടുക്കും. എന്നാൽ റണ്ണിംഗ് കോൺട്രാക്ടിന്റെ സമയം കഴിയാൻ പോവുകയാണെന്നുള്ളതുകൊണ്ട് തന്നെ അതിലെ ബാക്കി ഫണ്ട് കൊണ്ട് താൽക്കാലികം കുറച്ച് ഭാഗം, ചെറിയ ഫണ്ടാണ്, അപ്പോൾ ആ കുറച്ച് ഭാഗം പൂർത്തീകരിക്കുകയാണ്. ബാക്കി വരുന്ന ഭാഗം കൂടി ഡ്രെയിനേജ് അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് നവീകരിക്കുന്നതായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഫണ്ട് ലഭ്യമാവുന്നതായിരിക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും. സ്കൂൾ പ്രധാനാധ്യാപിക രാധ, PTA വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി CPMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവൃത്തികൾ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ഏരിയയിലെ 14 ലോക്കൽ കമ്മിറ്റികളും 186 ബ്രാഞ്ച് കമ്മിറ്റികളും ശുചീകരണ പ്രവൃത്തികൾ നടത്തി. മാർച്ച് 30-ന് കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തൊട്ടാകെ CPMന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്ഥാപനങ്ങളും പൊതുയിടങ്ങളും കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവൃത്തികൾ സംഘടിപ്പിച്ചത്. വെള്ളി, ശനി ദിവസങ്ങളിലാണ് ശുചീകരണ പ്രവൃത്തികൾ നടന്നത്. പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ 13 ലോക്കൽ കമ്മിറ്റികളുടെയും 186 ബ്രാഞ്ച് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ സംഘടിപ്പിച്ചു. മേലാറ്റൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം വി രമേശനും പുലാമന്തോളിൽ ഏരിയ സെക്രട്ടറി ഇ രാജേഷും ശുചീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. ആനമങ്ങാട് ഏരിയ സെന്റർ അംഗം സി ദിവാകരനും ആലിപ്പറമ്പിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്യാംപ്രസാദും ഉദ്ഘാടനം നിർവഹിച്ചു. ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവുമാണ് ശുചീകരിച്ചത്. ലോക്കൽ സെക്രട്ടറി ഷൗക്കത്ത് അലി, ഹംസ, ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത് ഈ 31-ാം തീയതിയോടുകൂടി കേരളം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്ന് കേരളം തീരുമാനമെടുക്കുകയാണ്. ഇതുവരെ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ എല്ലാം ശേഖരിക്കുകയാണ്. അതാണ് ഈ പദ്ധതി. ഇതുവരെ പൊതു ഇടങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ ജനകീയ കൂട്ടായ്മകളിലൂടെ അത് വീണ്ടെടുക്കുകയും അത് പെറുക്കി അത് ശേഖരിക്കുകയും അത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടി കൈമാറുകയും ചെയ്യുകയാണ്. ഇനി മുതൽ ഞങ്ങൾ കേരളീയർ പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയില്ലെന്നും അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്നതും കേരള ജനത ഒത്തൊരുമിച്ച് തീരുമാനമെടുക്കുകയാണ്. കണ്ണു തുറക്കാത്ത സർക്കാരിനെതിരെ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ KSTUവിന്റെ കണ്ണുകെട്ടൽ സമരം. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി നാസർ തേളത്ത് ഉദ്ഘാടനം ചെയ്തു. കണ്ണുകെട്ടൽ സമരം സിന്ദാബാദ്, കണ്ണു തുറക്കൂ സർക്കാരേ, കണ്ണു തുറക്കൂ നീതി നൽകൂ, കണ്ണു തുറക്കൂ നീതി നൽകൂ. അധ്യാപകർക്ക് നിയമനാംഗീകാരവും ശമ്പളവും നൽകുക, അധ്യാപകരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക,
നിയമനമില്ല ശമ്പളമില്ല അംഗീകാരം അതില്ലേ ഇല്ല. നിയമനാംഗീകാരവും ശമ്പളവും ചില അധ്യാപകർക്ക് മാത്രം ബാധകമാക്കിക്കൊണ്ടുള്ള വിവേചനത്തിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങൾ കാണാൻ തയ്യാറാകാത്ത സർക്കാർ നയത്തിനെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ പട്ടാമ്പിയിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ കണ്ണുകെട്ടൽ സമരം സംഘടിപ്പിച്ചു. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ നിയമനാംഗീകാരം നിഷേധിക്കപ്പെട്ട അധ്യാപകർക്ക് NSS കേസിലെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമനാംഗീകാരം നൽകണമെന്ന ആവശ്യമനുസരിച്ച് പൊതു ഉത്തരവിറക്കാൻ തയ്യാറാകാതിരുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSTU പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത്തരം ഉത്തരവുകൾ സമാന സാഹചര്യമുള്ള എല്ലാ കേസുകളിലും പരിഗണിക്കണമെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് കേസിന് പോയ സംഘടനയുടെ സ്കൂളിലെ അധ്യാപകർക്ക് മാത്രം വിധി ബാധകമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നത്. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി നാസർ തേളത്ത് നിർവഹിച്ചു. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന എയ്ഡഡ് മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അറിഞ്ഞും അറിയാതെയുമുള്ള ചില ഗൂഢമായ ശ്രമങ്ങൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അന്ന് നാളെ മുതൽ എടുത്തു പോരുകയാണ്. ഏറ്റവും അവസാനമായി ഉണ്ടായ ഒരു സംഭവവികാസം നമുക്കറിയാം. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പിടിച്ചു നിർത്തുന്ന, അതിനെ നെടുന്തൂണായി നിൽക്കുന്ന ഒരു മേഖല ഗവൺമെൻറ്റിനെ പോലെ തന്നെ എയ്ഡഡ് മേഖലയുമാണ്. ആ എയ്ഡഡ് മേഖലയിൽ കഴിഞ്ഞ 2021 നവംബർ 8 തീയതി മുതൽ നവംബർ 8 തീയതി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഏതാനും അധ്യാപകർ, യോഗ്യത നേടിയ അധ്യാപകർ ഒരു അനുകൂലമായ വിധി സമ്പാദിക്കുകയുണ്ട്. അതായത് ഗവൺമെൻറ് സ്കൂളുകളിലെ പോലെ തന്നെ എയ്ഡഡ് മേഖലയിലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർക്ക് സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരെ കോടതി കണ്ടത്. ജില്ലാ ട്രഷറർ സത്താർ താണിയൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ഖാലിദ്, ജില്ലാ ഭാരവാഹികളായ റഷീദ് മരുദൂർ, നൌഷാദ് വല്ലപ്പുഴ, MK അൻവർ സാദത്ത്, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി കല്ലിങ്ങൽ, സെക്രട്ടറി VK ഷംസുദ്ദീൻ, സുഹൈൽ വല്ലപ്പുഴ, CK ഷമീർ ബാബു, മുഹമ്മദ് ഫാസിൽ, P സാജിദ്, ഷെരീഫ്, AK ജസീൽ തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഈമുറ്റം ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്തായി ആലിപ്പറമ്പ്. ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് ആലിപ്പറമ്പ് പഞ്ചായത്തിനെ ഈമുറ്റം ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈമുറ്റം ഡിജിറ്റൽ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ മലപ്പുറം ജില്ലയിലെ ആദ്യ ഈമുറ്റം ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫാണ് പ്രഖ്യാപനം നിർവഹിച്ചത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീജമോൾ മുഖ്യപ്രഭാഷണം നടത്തി. സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ M മുഹമ്മദ് ബഷീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CH ഹമീദ്, CP ഹംസക്കുട്ടി, ജുബീല ലത്തീഫ്, പഞ്ചായത്ത് അംഗങ്ങൾ, സാക്ഷരതാ പ്രേരക്, റജീന തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും പ്രായം കൂടിയ പഠിതാക്കളായ 73 വയസ്സുള്ള ബാലകൃഷ്ണൻ നായർ, വള്ളിക്കുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സർവേക്ക് നേതൃത്വം നൽകിയ MES കോളേജിനെ അനുമോദിച്ചു. റിസോഴ്സ് പേഴ്സൺമാരായ RPമാർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം കോതകുർശി റോഡിൽ അജ്ഞാത വാഹനം ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പത്തംകുളം സ്വദേശി 32-കാരനായ രഞ്ജിത്താണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് അപകടം സംഭവിച്ചത്. വാണിയംകുളം ഭാഗത്തു നിന്നും കോതകുർശി ഭാഗത്തേക്ക് പോവുകയായിരുന്ന രഞ്ജിത്ത് ഓടിച്ചിരുന്ന ബൈക്കിനെ അജ്ഞാത വാഹനം ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് FIRൽ പറയുന്നു. കോതയൂർ കോളംകുന്ന് കയറ്റത്തിൽ വെച്ചാണ് അപകടം നടന്നത്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്തിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പോസ്റ്റിലിടിച്ചായിരുന്നു അപകടം എന്നായിരുന്നു നിഗമനം. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് വാഹനം ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് കണ്ടെത്തിയത്.
സനാതന സേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 11ാമത് ശ്രീചക്ര ഗൗരീശം പുരസ്കാര സമർപ്പണവും ഒറ്റപ്പാലം മുതലപ്പാറക്കാവിലെ പൂരം കൊടിയേറ്റവും ചൊവ്വാഴ്ച നടക്കും. പുരസ്കാര വിതരണ സമ്മേളനം ഡോക്ടർ ഈക്കാട്ട് വികാസ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഥകളി വേഷം വിഭാഗത്തിൽ കോട്ടയ്ക്കൽ ഹരിദാസൻ, സദനം ബാസി, കഥകളി സംഗീതം വിഭാഗത്തിൽ കലാമണ്ഡലം ഗിരീശൻ, ചെണ്ട വിഭാഗത്തിൽ സദനം രാമകൃഷ്ണൻ, സോപാന സംഗീതത്തിൽ ഞെർലത്ത് രാമദാസ് പൊതുവാൾ എന്നിവരാണ് ഈ വർഷത്തെ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 5001 രൂപയും കീർത്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അവശത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടൊപ്പം നടക്കും. മുതലപ്പാറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച ആനക്കൊട്ടിലിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 8:30 നടക്കും. ക്ഷേത്രം തന്ത്രി ഈയക്കാട്ടു നാരായണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. വർഷങ്ങളായി ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന തോണിക്കുന്നത്ത് ഗോപാലകൃഷ്ണനെ ആദരിക്കും. രാത്രി 9 മണിക്ക് പൂരം കൊടിയേറ്റും. തുടർന്ന് ആധ്യാത്മിക പ്രഭാഷണം, നൃത്തരാവ് എന്നിവ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടിയാട്ടം, ചാക്യാർകൂത്ത്, കഥകളി സംഗീത സദസ്, കഥകളി, ഓട്ടൻതുള്ളൽ, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, മെഗാ കൈക്കോട്ടിക്കളി തുടങ്ങിയവയുണ്ടാകും. ദിവസവും തോൽപ്പാവക്കൂത്തുമുണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുരസ്കാര സമർപ്പണം ഈ വർഷവും നടക്കുകയാണ്. അത് ഈ പാട്ടുകൂറയുടെ ദിവസമായിട്ടുള്ള മാർച്ച് മാസം 25-ാം തീയതി രാവിലെ 9 മണിക്കാണ് നടക്കുന്നത്. ഇപ്രാവശ്യം ഈ ശ്രീചക്ര ഗൗരീശ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള ആളുകൾ അവരുടെ പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കഥകളി വേഷത്തിൽ ശ്രീ കോട്ടയ്ക്കൽ ഹരിദാസ്, അദ്ദേഹത്തിനാണ് ആ പുരസ്കാരം. ട്രസ്റ്റ് ചെയർമാൻ കാവുങ്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി വേണുഗോപാൽ, കെ ഗോപി, കെ മുരളീധരൻ, പി കെ സത്യനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടിക വിഭാഗങ്ങളുടെ 611 കോടി രൂപ ഇടത് സർക്കാർ വെട്ടിക്കുറച്ചുവെന്ന് ആരോപിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി ബ്ലോക്ക് പട്ടികജാതി ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള കോടികളാണ് വെട്ടിക്കുറച്ചിരിക്കുന്നതെന്നും അടിയന്തരമായി വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. ആ ലിസ്റ്റ് അനുവദിച്ചപ്പോൾ ഏകദേശം 65,000 രൂപ കൊടുത്തുകൊണ്ട് ബാക്കി തരാം എന്ന് പറഞ്ഞ് തവണ മൂടുന്നവരെ തരാം എന്ന് പറയുന്ന ഒരു സർക്കാർ, അതിന് വലിയൊരു ഘടകമുണ്ട്. ഈ പാവപ്പെട്ട ദളിതര് വീട് സ്വപ്നം കണ്ടുകൊണ്ട് തങ്ങളുടെ കുടില് പൊളിച്ചു മാറ്റി അവിടുന്ന് ആ കുടില് പൊളിച്ചു മാറ്റിക്കൊണ്ട് അവിടെ തറയിട്ടു. ഇനി മഴക്കാല വരുന്നത്, ഒരു പെരുമഴ പെയ്താൽ മുറ്റത്ത് വല്ല മരത്തണലോ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് ഇവിടുത്തെ പാവപ്പെട്ട ദളിത് വിഭാഗങ്ങളെ തള്ളിവിടുകയാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങള്. സ്കോളർഷിപ്പ്, പാവപ്പെട്ട ദളിത് കുട്ടികളുടെ സ്കോളർഷിപ്പ് കൃത്യമായി കൊടുക്കുന്നു, അവരുടെ ലംസം ഗ്രാന്റ് കൃത്യമായി കൊടുക്കുന്നു മുൻവർഷങ്ങളിലൊക്കെ. പക്ഷേ അതൊന്നും കിട്ടാക്കനിയായി മാറുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്ന ഒരു സർക്കാർ. അതുപോലെ തന്നെ ഏകാശ്രയം, ഏതെങ്കിലും ഒരു വീട്ടില് ഒരു ദളിത് കുടുംബത്തില് അവിടെ രക്ഷിതാവ് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ മരണപ്പെട്ടാൽ ഏക ആശ്രയമാണെങ്കിൽ അതിൽ നിന്ന് സർക്കാർ സാമ്പത്തിക സഹായം കൊടുത്തിരുന്നു. ആ സാമ്പത്തിക സഹായം ഇന്ന് സർക്കാർ വെട്ടിക്കുറച്ചു. നേരത്തെ രാജൻ അമ്പാടത്ത് സൂചിപ്പിച്ചു, ഏകദേശം 613 കോടി രൂപയോളം ദളിത് വിഭാഗങ്ങളൊക്കെ അനുവദിക്കുന്ന കാലങ്ങളായി അനുവദിക്കുന്ന വികസന ഫണ്ടിൽ നിന്നും വെട്ടിക്കുറച്ച ഒരു സർക്കാരാണ് ഈ സർക്കാർ. എങ്ങനെയാണ് ഈ സർക്കാർ ഇത്തരത്തിൽ ദൂർത്തടിക്കുന്നത് എന്ന് ചോദിച്ചാലും പണമില്ല എന്ന് പറയും. കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കും, കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുകയില്ല. കേന്ദ്ര സർക്കാരും ഇവിടുത്തെ ദളിത് വിഭാഗങ്ങളെ അങ്ങേയറ്റം പീഡിപ്പിക്കുകയാണ്. ഞാൻ അതിലേക്ക് വരാം. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആർ മണി, എം മോഹനൻ, മണികണ്ഠൻ വടശ്ശേരി, വേലു അലനല്ലൂർ, ചാത്തൻ മൂപ്പൻ, ഉണ്ണികൃഷ്ണൻ അപ്പുണ്ണി, പ്രമോദ്, പ്രമീള രാമൻ, പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വെൽഫെയർ പാർട്ടി വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ആവിഷ്കാരവും നടന്നു.
ജില്ലാ വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഘട്ടം ഘട്ടമായി മദ്യവർജനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും നാടുനീളെ മദ്യഷോപ്പുകളും മദ്യം നിർമ്മാണ യൂണിറ്റുകളും അനുവദിച്ചുകൊണ്ട് സർക്കാർ ലഹരിക്കെതിരെ പോരാടുന്നത് അപഹാസ്യമാണെന്ന് MA മൊയ്തീൻകുട്ടി മാസ്റ്റർ പറഞ്ഞു. വലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് ആലിക്കൽ, ലത്തീഫ് പാറക്കൽ, മജീദ് പുത്തൻ പീടിയേക്കൽ, അബ്ദുൾ ജലീൽ മലയിൽ, അബ്ദുൾ ഗഫൂർ കുന്നത്ത്, CP ആബിദ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. KC നാസർ, മൊയ്നുദ്ദീൻ PP, അസീസ് NK തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അറുപത് കഴിഞ്ഞവർക്ക് മണ്ണാർക്കാട് നഗരസഭയുടെ പോഷകാഹാര കിറ്റ് 1000 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ അടങ്ങുന്ന കിറ്റാണ് നൽകുക. മണ്ണാർക്കാട് നഗരസഭയുടെ സ്വന്തം പദ്ധതിയെന്ന് നഗരസഭ അധ്യക്ഷൻ. റാഗിപ്പൊടി, സൂചി ഗോതമ്പ്, ഓട്സ്, അവിൽ, ഈത്തപ്പഴം, ബിസ്ക്കറ്റ് തുടങ്ങിയ ഇനങ്ങളടങ്ങിയ കിറ്റാണ് നൽകുക. 2 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള BPL, APL കാർഡ് ഉടമകൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. മണ്ണാർക്കാട് നഗരസഭ നടപ്പാക്കുന്ന പദ്ധതിക്ക് കളക്ടർ അനുമതി നൽകി. നേരത്തെ BPL കാർഡ് ഉടമകൾക്ക് മാത്രമായി പദ്ധതി പരിമിതപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ APL കാർഡ് ഉടമകൾക്കും നൽകാൻ അനുമതി ലഭിച്ചതായി നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭ ഈ വർഷത്തെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 60 വയസ്സിന് മുകളിലുള്ള ആളുകളെ മുഴുവൻ ന്യൂട്രീഷൻ ഫുഡ് കിറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി പ്രൊജക്റ്റ് വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ അതിൽ APL വിഭാഗത്തെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ബന്ധപ്പെട്ട കളക്ടറുമായും അതുപോലെ തന്നെ DPOയുമായി സംസാരിച്ച് അത് APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടി കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മുഴുവൻ ആളുകൾക്കും, നഗരസഭയിലെ മുഴുവൻ ആളുകൾക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കും. ചെറുപ്പുളശ്ശേരി കാറൽമണയിൽ വീണ്ടും വാഹനാപകടം. പച്ചക്കറി ലോഡുമായി പോവുകയായിരുന്ന ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. ലോറി ഡ്രൈവർക്കും ഉടമയ്ക്കും പരിക്കേറ്റു. ശനിയാഴ്ച പുലർച്ചെ 1 മണിക്കായിരുന്നു അപകടം. ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി ഇന്ധനം റോഡിൽ ചോർന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഡീസൽ മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. നായാടിപ്പാറയിൽ നടത്തിയ EMS AKG ദിനാചരണ ചടങ്ങിൽ പങ്കെടുക്കാതെ കോഴിക്കോട് സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് KTDC ചെയർമാൻ PK ശശി. PK ശശിയുടെ പ്രവർത്തന ഘടകം നായാടിപ്പാറ ബ്രാഞ്ചായി നിശ്ചയിച്ചിരുന്നു. പരദൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളെ അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്ന വ്യക്തിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ അധികൃതർ. പൊതുവിദ്യാലയത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രചരണങ്ങളെന്നും സ്കൂൾ അധികൃതർ. തുവൂർ തെക്കുപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർക്കെതിരെ കൊലവിളി നടത്തിയ ലഹരി സംഘത്തിൽപ്പെട്ട യുവാവിനെ ക്ലബ്ബ് പ്രവർത്തകർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പാണ്ടിക്കാട് സ്വദേശി പ്രജീഷിനെയാണ് പിടികൂടി കരുവാരുകുണ്ട് പോലീസിന് കൈമാറിയത്. കാഴ്ചവിരുന്നായി കീഴൂർ കാളിക്കാവ് പൂരം. പേരുകേട്ട ഗജനിരയും വാദ്യഘോഷങ്ങളും പകൽ പൂരത്തിന് പൊലിമയേകി. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ ആത്മഹത്യക്ക് പരപ്രേരണയില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഡിപ്രഷന് ചികിത്സ തേടിയിരുന്ന ഷാഹിന പലതവണ നരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. നിർമ്മാണ മേഖലയ്ക്ക് മുൻഗണന നൽകി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബജറ്റ്. 22.13 കോടി വരവും 21.40 കോടി ചെലവും 73.27 ലക്ഷം രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.